നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഫെബ്രൈൽ സീഷർ അതല്ല എങ്കിൽ പനിയോടൊപ്പം വരുന്ന അപസ്മാര രോഗം എന്താണിത്? 6 മാസത്തിനും 6 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിൽ പനിയുടെ മൂർധന്യാവസ്ഥയിൽ വരുന്ന ഫിറ്റ്സിന് അല്ലെങ്കിൽ അപസ്മാര രോഗത്തിനാണ് ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നത്. ഇത് വളരെ സാധാരണമായി ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. പലപ്പോഴും അച്ഛനമ്മമാരിൽ ഈ ഫെബ്രൈൽ സീഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളിൽ ഇത് കൂടുതലായി വരുന്നതായി കാണപ്പെടാറുണ്ട്. ഫെബ്രൈൽ സീഷർ 2 തരത്തിലാണ്. ഒന്ന് സിമ്പിൾ ഫെബ്രൈൽ സീഷർ, 2 കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ. പനി ഉണ്ടായി ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഫിറ്റ്സ് ഉണ്ടാവുക, പനിയുടെ മൂർധന്യാവസ്ഥയിൽ അല്ലെങ്കിൽ പനിയുടെ ആക്കം കൂടുന്ന ആ സമയത്ത് ഫിറ്റ്സ് ഉണ്ടാവുക, ആദ്യത്തെ 24 മണിക്കൂറിൽ ഒരു തവണ മാത്രം ഫിറ്റ്സ് ഉണ്ടാവുക, ശരീരത്തിനെ മുഴുവനായി ബാധിക്കുകയും കൈയും കാലിട്ട് അടിക്കുന്നത് പോലെ ഫിറ്റ്സ് ഉണ്ടാവുക. ഇതെല്ലാം സിമ്പിൾ ഫെബ്രൈൽ സീഷറിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. പനി തുടങ്ങി 24 മണിക്കൂറിന് ശേഷം ഫിറ്റ്സ് ഉണ്ടാവുക. ഫിറ്റ്സ് ഉണ്ടായാൽ അത് നീണ്ട നേരത്തേക്ക്, ചിലപ്പോഴൊക്കെ 10-15 മിനിറ്റുകളൊക്കെ വരെ നീണ്ടു നിൽക്കുക, ഒന്നിൽ കൂടുതൽ തവണ ഫിറ്റ്സ് ഉണ്ടാവുക. ഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ മാത്രം ബാധിക്കുക. ഇതിനെയെല്ലാം കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ എന്ന ഗണത്തിൽപ്പെടുത്താം. മിക്കപ്പോഴും സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എല്ലാ ടെസ്റ്റുകളും നോർമലായി വരും. രക്തത്തിന്റെ ടെസ്റ്റുകൾ, തലയുടെ സ്കാൻ, EEG ടെസ്റ്റുകൾ, ചിലപ്പോഴൊക്കെ കുട്ടികളിൽ ഫിറ്റ്സ് ഉണ്ടാവുമ്പോൾ മറ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഇല്ല എന്ന് നോക്കാൻ നട്ടിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് വരെ ടെസ്റ്റുകൾ ചെയ്തേക്കാം. പലപ്പോഴും ഇങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും സിമ്പിൾ ഫെബ്രൈൽ സീഷറിൽ ഞങ്ങൾ വേണ്ട എന്ന് വെക്കാറുണ്ട്, കാരണം എല്ലാം നോർമലായാ വരുന്നത്. എന്നാൽ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ, നേരത്തെ പറഞ്ഞ ആ ലക്ഷണങ്ങളുള്ള കോംപ്ലക്സ് ഫെബ്രൈൽ സീഷറിൽ ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. തലച്ചോറിന്റെ ഘടനയിലായിക്കോട്ടെ, തലച്ചോറിന്റെ കറണ്ടിന്റെ പ്രവർത്തനത്തിലായിക്കോട്ടെ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കുന്നതിന് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ ഉള്ള കുട്ടികളിൽ പലപ്പോഴും രക്തത്തിന്റെ ടെസ്റ്റുകൾ, EEG, തലയുടെ സ്കാൻ എല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട്. ഒരു തവണ ഫെബ്രൈൽ സീഷർ ഉണ്ടായ കുട്ടിക്ക് 6 വയസ്സ് പ്രായം വരെ വീണ്ടും പനി വന്നാൽ ഇത് ഫിറ്റ്സ് വീണ്ടും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫിറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒരു 3 ദിവസം മുതൽ ഒരാഴ്ച വരെ ഫിറ്റ്സ് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. കൂടുതലും ക്ലോബാസാം എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്. ഈ മരുന്ന് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം പനി ഉണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് കുറയ്ക്കുക എന്നാണ്. ദേഹം നനച്ചു തുടയ്ക്കുക. പനി മാറുന്നതിന് വേണ്ടിയായി പാരസെറ്റമോളോ, ബ്രൂഫൻ, മെഫ്താൽ പോലെയുള്ള മരുന്നുകൾ പീഡിയാട്രീഷ്യന്റെ നിർദ്ദേശപ്രകാരം വേഗം കൊടുക്കുക. ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നന്ദി.